വ്യാജരേഖ ചമച്ച് അവയവക്കടത്ത് നടത്തിയ കേസിൽ ആശുപത്രികളിലെ പരിശോധനയിൽ സുപ്രധാന രേഖകൾ ലഭിച്ചെന്ന് ഇ.ഡി. പരിശോധനയിൽ നിയമവിരുദ്ധ അവയവ കൈമാറ്റത്തിന്റെ രേഖകൾ കണ്ടെത്തി. അവയവം ദാനം ചെയ്യുന്നവർക്ക് 5 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് നൽകിയത്. സ്വീകർത്താക്കളിൽ നിന്ന് 35 ലക്ഷം രൂപ വരെ ഇടനിലക്കാർ വാങ്ങി. തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഇടനിലക്കാരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നും ഇ.ഡി. അറിയിച്ചു. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണുള്ളത്. സഹിൻ, വലിയൊരു കൊള്ളയാണ് ഇതിന്റെ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഇ.ഡിയുടെ കൈവശമാണ്. ഇതിൽ നിന്നുള്ള കണക്കുകൾ ഓരോന്നായി പുറത്തു വരുന്നുണ്ട്. അവസാനമായി ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവയവക്കടത്തിൽ സുപ്രധാനമായ രേഖകൾ ആശുപത്രിയിലെ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നത്. 9 ഇടങ്ങളിൽ പരിശോധന നടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. പരിശോധനയിൽ നിയമവിരുദ്ധമായ അവയവ കൈമാറ്റത്തിന്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആശുപത്രികൾ കേന്ദ്രീകരിച്ചു നടന്ന ശസ്ത്രക്രിയയുടെ വിവരങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. അവയവം നൽകിയവരുടെയും അവയവം സ്വീകരിച്ചവരുടെയും വിശദാംശങ്ങൾ ലഭ്യമായെന്ന് ഇ.ഡി. വ്യക്തമാക്കുന്നു. മാത്രമല്ല, തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ഇടനിലക്കാരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പിലുണ്ട്. അവയവ ദാനം ചെയ്യുന്നവർക്ക് 5 മുതൽ 15 ലക്ഷം രൂപ വരെയായിരുന്നു ലഭിച്ചിരുന്നത്. ഒപ്പം തന്നെ സ്വീകർത്താക്കളിൽ നിന്നും 35 ലക്ഷം രൂപ വരെ വാങ്ങിയിരുന്നു. ഈ പണം എല്ലാം ഇടനിലക്കാരാണ് കൊണ്ടുപോയത്. വിദേശങ്ങളിലേക്ക് ഈ ഫണ്ട് പോയിട്ടുണ്ട്, ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലാണ്. തുടർ പരിശോധനകളും തുടർ അന്വേഷണവും ശക്തമായി തന്നെ ഉണ്ടാകുമെന്നും ഇ.ഡി. അവരുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്.